ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങള് ഭർത്താക്കന്മാരോട് തുറന്നു പറയും. ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കള്, വിവാഹം നടക്കുന്ന ദിവസങ്ങള്, സദ്യകൾ നടക്കുന്ന ദിവസങ്ങള് പരസ്പരം വഴിവിട്ട ബന്ധങ്ങളായി മാറുമ്പോ പിന്നെ പശ്ചാത്തപിച്ചിട്ട് ഭർത്താവിനോട് സങ്കടം സഹിക്കാൻ പറ്റാതെ ആരോടെങ്കിലും പറയണ്ടേ ഒരു പാതകം പറ്റിയത് എന്ന് വിചാരിച്ച് സ്വന്തം ഭർത്താവിനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, എന്നോട് വെറുപ്പ് വിചാരിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളോ അല്ലാത്തവരോ ആയവരുമായുണ്ടായ അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ച് ഭർത്താവ് അങ്ങോട്ട് പറയുകയോ അവൾ ഇങ്ങോട്ട് പറയുകയോ ചെയ്താൽ എത്ര പ്രോമിസ് ചെയ്ത് എനിക്ക് പ്രശ്നമല്ല, നീ ഒന്ന് പറയ് എന്ന് വാക്ക് കൊടുത്ത് ഞാൻ നിന്നെ വെറുക്കില്ല, നിന്നോടൊരു ദേഷ്യവും എനിക്ക് തോന്നില്ല, ഉള്ളതുപോലെ പറയ് എന്ന് 1000 തവണ സത്യം ചെയ്യിപ്പിട്ട് പറയിപ്പിച്ചാൽ പോലും, അങ്ങനെ പറഞ്ഞാൽ പോലും കൽബിന്റെ ഉള്ളിൽ ആ ഒരു വേദന തളം കെട്ടി നിൽക്കുകയും എനിക്ക് അവകാശപ്പെട്ട എന്റെ ജീവിതം നീ മറ്റൊരാൾക്ക് കൊടുത്തല്ലേ എന്ന ആ ഒരു വേദനയുടെ പേരിൽ വിവാഹമോചനങ്ങൾ നടന്നത് എത്രയാണ്. സഹിക്കാൻ പറ്റൂല, ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംഭവിച്ചു പോയ തെറ്റുകൾ ആരോടും നീ ഏറ്റുപറയല്ലേ. കുംഭസാരം ഇസ്ലാമിലില്ല. ഒരു ഉസ്താദിനോടും ഒരു മുലിയാരോടും ഒരു പണ്ഡിതനോട് പോലും അവനവൻ ചെയ്ത തെറ്റുകൾ പറയേണ്ട കാര്യമില്ല. പറയരുത്. അല്ലാഹുലേക്ക് കയ്യുയർത്ത് രാത്രി നേരങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്ക്, മുസല്ലവിരിക്ക്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്ക്, വീണ്ടും 2 നിസ്കരിക്ക്. അങ്ങനെ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ താണുകയാണ് സുജൂദിൽ കിടന്നു, റബ്ബേ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി, പടച്ചവനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ കൽബുകളെ നീ ഉറപ്പിച്ചു തരണേ, എനിക്ക് മാപ്പ് തരണേ എന്ന് അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത് സലാം വീട്ടിയിട്ട് കുറച്ച് ദുആയും കുറച്ച് സ്വലാത്തും ദിക്റും ചൊല്ലിയിട്ട് റബ്ബിനോട് പറയേ. ഒരു മഖ്ലൂഖിനോട് നീ പറയല്ലേ. നിന്റെ ഭർത്താവിനോട് നീ പറയേണ്ടതില്ല, നിന്റെ ഭാര്യയോട് പറയേണ്ടതില്ല, അല്ലാഹുവിനോട് പറയേ. പടച്ച തമ്പുരാൻ പൊറുക്കുന്ന പോലെ ഒരു മനുഷ്യനും പൊറുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയില്ലേ.